ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ക്വസ്റ്റ്യൻ ആര്യവേപ്പിലയുടെ ഗുണങ്ങളും ഉപയോഗ രീതിയും ഒന്ന് പറയാമോ എന്നുള്ളതായിരുന്നു. അത് ഡീറ്റെയിൽ ആയി പറയേണ്ട ഒന്നായതിനാൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ആര്യവേപ്പിലയും നെല്ലിക്കയും പച്ചമഞ്ഞളും കറിവേപ്പിലയും കൂടി ജ്യൂസാക്കി കുടിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒന്നൊരു സ്റ്റഡി നടത്തി. എനിക്ക് മനസ്സിലായ കാര്യം, ഷുഗർ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, സ്കിന്നിലെ കുരുക്കൾ, കറുത്തപാടുകൾ, ഇവയ്ക്കെല്ലാം ഈ ജ്യൂസ് നല്ലതാണെന്ന് ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടു. പക്ഷേ അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലത് തന്നെയാണ്. നമ്മൾ ഓരോന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചമഞ്ഞളാണെങ്കിൽ ഡയബറ്റിക്സിനെയൊക്കെ കുറയ്ക്കാൻ കഴിവുണ്ട്, കറിവേപ്പില വളരെ നല്ലതാണ്, ആര്യവേപ്പില, നെല്ലിക്ക ഇതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ കൂടിയ അളവിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അതേപോലെ തന്നെ ഷുഗർ ലെവൽ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ വെച്ച് ഇതേ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും കൂടിയ അളവിൽ ഒന്നും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഒക്കെ നോക്കി വേണം ഇതേപോലുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ 1-2 ആര്യവേപ്പില കഴിക്കുന്നത് പോലെയല്ല 10 ആര്യവേപ്പില എടുത്ത് ജ്യൂസിൽ ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മിതമായിട്ട് അല്ലെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരം ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് താരനെ പ്രതിരോധിക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. ഒത്തിരി പേർക്ക് താരൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ തലയോട്ടിയിലെ വരൾച്ചയാണ് പ്രധാനമായിട്ടും അതിന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം അകറ്റാനായിട്ട് വളരെ ഗുണകരമാണ്. നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ പോലെ തന്നെ നമ്മൾ മുടി കഴുകിയ ശേഷം അതിനുശേഷം നമ്മൾ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് ഫൈനലായിട്ട് കഴുകുക. അത് ചൂടാറിയ വെള്ളം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ചൂടുവെള്ളം ഒരിക്കലും മുടിയിൽ ഉപയോഗിക്കരുത്. അന്തരീക്ഷ മലിനീകരണവും അതുപോലെ തന്നെ കെമിക്കൽസ് ഉള്ള പ്രോഡക്റ്റിൻ്റെയൊക്കെ ഉപയോഗവും അമിതമായിട്ടുള്ള പിരിമുറുക്കവും മൂലം നമ്മുടെ മുടിയുടെ ആരോഗ്യം നശിച്ച് മുടി കൊഴിയുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ആര്യവേപ്പില ഉപയോഗിച്ച് മുടി കഴുകാവുന്നതാണ്. ദിവസവും സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുക. മുഖക്കുരു, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, കറുത്തപാട് ഇവയ്ക്കുള്ള പ്രതിവിധി ദിവസവും എന്നോട് നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും നമുക്ക് നമ്മുടെ ഈ ആര്യവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് ആര്യവേപ്പില തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ആ വെള്ളം തണുത്ത് കഴിഞ്ഞിട്ട് മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ മുഖം കഴുകിയിട്ട് കിടക്കുക. പിന്നെ നമ്മൾ വേറെ ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. ഇങ്ങനെ തിളപ്പിച്ച വെള്ളത്തിന് ഇളം പച്ചനിറമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആര്യവേപ്പില അരച്ച് പേസ്റ്റാക്കിയും മുഖത്ത് പുരട്ടാവുന്നതാണ്. കൂടുതൽ വരണ്ട ചർമ്മമുള്ളവർ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇതൊരു മരുന്ന് പോലെ തന്നെ ഉപയോഗിക്കാം. ആര്യവേപ്പില നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഉണക്കി വെച്ചിരുന്നാൽ അത് പൊടിച്ചെടുത്തിട്ട് അല്പം ഗ്രേപ്പ് സീഡ് ഓയിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതൊരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഏജിങ്ങിനെ സ്ലോ ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ഇത് നമ്മൾ ഡെയിലി ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. കണ്ണിൻ്റെ ചുറ്റും വരുന്ന കറുപ്പിനെ അകറ്റാനായിട്ട് ആര്യവേപ്പില അല്പം വെള്ളം ചേർത്ത് അരച്ച് അതിനെ നീരെടുത്തിട്ട് പുരട്ടാവുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സാധാരണ പോലെ വാഷ് ചെയ്ത് കളയാം. പക്ഷേ ഇതൊരിക്കലും ഒത്തിരി ഡ്രൈ ആവാനായിട്ട് വെച്ചിരിക്കരുത്. നമ്മളിപ്പോൾ മുഖം കഴുകാൻ അല്ലെങ്കിൽ മുടി കഴുകാനൊക്കെ ആര്യവേപ്പില വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് മൗത്ത് വാഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മോണരോഗങ്ങളൊക്കെ അകറ്റാനായിട്ട് ഇത് വളരെ നല്ലതാണ്. ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസാണ് അതിന് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ആര്യവേപ്പില ഉപയോഗിച്ച് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പല ഗുണങ്ങളാണ് അല്ലേ. എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ആര്യവേപ്പില അരച്ചതും, അതായത് ആര്യവേപ്പിലയുടെ ഇല നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീരും 1/2 ടീസ്പൂൺ തൈരും കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടാം. എക്സസ് ആയിട്ടുള്ള എണ്ണമയം മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുഖക്കുരുവൊന്നും വരുന്നത് വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. മുഖക്കുരു വന്ന പാടുകളും പതുക്കെ മാറി കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു.
തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.